ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പവൻ കല്യാൺ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പവൻ കല്യാൺ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഹോപ്പൊക്കെ വരുന്നത്. ഇതിൻ്റെ ട്രെയിലറും പോസ്റ്റേഴ്സും ഒക്കെ അങ്ങനെ ഒരു സംഭവമായിരുന്നു. പറഞ്ഞു വരുന്നത് ദേ കോൾ ഹിം OG എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ പോസ്റ്റർ ആയിക്കൊള്ളട്ടെ, ട്രെയിലർ ആയിക്കൊള്ളട്ടെ, ഇതുവരെ നടന്നിട്ടുള്ള പ്രൊമോഷണൽ വർക്ക്സ് ഒക്കെ ആയിക്കൊള്ളട്ടെ, തരക്കേടില്ലായിരുന്നു, നൈസായിരുന്നു, ഹോപ്പ് വെക്കാനുള്ള വകയുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്ക് കയറിയത്. പോരാത്തിന് സാഹോ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ള നമ്മുടെ സുജിത്താണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സാഹോ ആക്ച്വലി അത്ര വലിയ സംഭവമായിട്ടൊന്നും മാറിയില്ലെങ്കിൽ കൂടെ പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. അതായത് ആ ഒരു സാഹോയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഗൊള്ളായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു സിനിമയുടെ ട്രെയിലറിനകത്തൊക്കെ, അതായത് ചില സീക്വൻസസ് ആയിക്കോട്ടെ, ചില ഷോർട്സ് ഒക്കെ ആയിക്കോട്ടെ, ആ സംഭവങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് സിനിമ കാണാമെന്നും പറഞ്ഞ് ഞാൻ പോയത്. തിയേറ്ററിൽ കയറി സിനിമ തുടങ്ങി. പവൻ കല്യാൺ സാറിനെ കാണിക്കുന്ന മൊമെൻറ്റ് വരെ പടം കൊള്ളായിരുന്നു. ഇങ്ങേർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണ് ഇങ്ങേരുടെ ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് കാറിക്കുവാനും വിളിച്ച് കയറാനും ഒക്കെ തോന്നുന്നതിന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ത് അപരാധം എന്നറിയോ, ഇങ്ങേര് സ്ക്രീനിലോട്ട് വന്നിട്ട് കുറേ കോപ്രായം കാണിക്കും, കോമാളിത്തരം കാണിക്കും. ഇത് ആക്ച്വലി എന്തെങ്കിലും തോന്നുന്നുണ്ട്, എന്ത് കോമാളിത്തരം കാണിച്ചില്ല. ഈവൻ ബാലയ്യ മറ്റേ ദാക്കു മഹാരാജനകത്ത് കാണിച്ച ചില സാധനങ്ങൾ പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം അടിക്കായിരുന്നു. ഇത് ഏത് പോയിന്റിൽ എവിടുന്ന് നോക്കിയാണ് രോമാഞ്ചം അടിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ലെവലിൽ മിഴുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു സിനിമയുടെ മെയിൻ പാർട്ട്, ഈ ഒരു സിനിമയുടെ ഏറ്റവും മേജർ ഫാക്ടറാണ്, ഏറ്റവും മേജർ പാർട്ടാണ് പവൻ കല്യാൺ സാറ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഗംഭീര എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. ആ ക്യാരക്ടറല്ല, ആ ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച പവൻ കല്യാൺ സാർ. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു തിയേറ്ററിൽ. ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഊള ആക്ടർ, അത്രേ പറയത്തുള്ളൂ. ഈ ഒരു റോൾ, ഇങ്ങേർക്ക് ഈ കൊടുത്ത റോളൊക്കെ അത്യാവശ്യം വേറെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരു ആക്ടർക്ക് ഒന്നൊന്നും അത്യാവശ്യം മിനിമം എക്സ്പ്രഷൻ ഇടാൻ പറ്റുന്ന ഒരാളെങ്കിലും കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടനെ. പക്ഷേ ഈ ഒരു സിനിമ ഇത്ര അതമ്പതിച്ച് പോകാൻ കാരണം ഇങ്ങേരെ കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങേരെ വലിയൊരു നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ വലിയൊരു പോസിറ്റീവ് സംസാരിക്കാനുണ്ട്. ഈ ഒരു സിനിമയെ പിടിച്ചു നിർത്തിക്കൊണ്ടുപോയി ഇങ്ങേരുടെ ഊള എക്സ്പ്രഷൻസും ഊള സംഭവ വികാസങ്ങളും കണ്ടുപോകുന്ന സമയത്ത് കുറച്ചെങ്കിലും ഈ ഒരു സിനിമയ്ക്കൊരു ലൈഫ് കൊടുത്തൊരു ഫാക്ടറുണ്ട്, തമൻ. എന്ത് ലെവലിലാണ് പുള്ളി പണി വെച്ചേക്കുന്നത് പറയും. അതായത് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉടനീളം ബാക്ക്ഗ്രൗണ്ട് സ്കോർസിൻ്റെ കളിയാണ്. അതായത് ആവട്ടെ പുള്ളിയുടെ ഈ നമ്മുടെ ഗംഭീര എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, മെൻഷൻ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും സീക്വൻസ് കാണിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി എൻ്റെ മോനെ എന്ത് ലെവലിലാണ് പണി വെച്ചേക്കുന്നതെന്ന് തോന്നും. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർസിന് പോലും ആക്ച്വലി ഈ ഒരു പവൻ കല്യാണിൻ്റെ ആക്ടിങ്ങിനെ അല്ലെങ്കിൽ ഈ ഊള സംഭവങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം, അമ്മാതിരി ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർസാണ്. വേറെ ലെവലെന്ന് പറഞ്ഞാൽ കത്തിക്കലാണ്. പക്ഷേ എന്നിട്ട് പോലും പവൻ കല്യാണിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. ഈവൻ പവൻ കല്യാണിൻ്റെ തിരുമോന്ത കാണിക്കാണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടുള്ള ഷോട്ട്സ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ കൈ, വാള്, നടന്നു പോകുന്ന സീക്വൻസസ്, ഈവൻ പവൻ കല്യാണിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്ന അല്ലെങ്കിൽ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു സംഭവം വരെയുണ്ട്. അതുവരെ രോമാഞ്ചമാണ്. അതുവരെ പുള്ളിക്കാരൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം അടിക്കും. പക്ഷേ ഇങ്ങേരുടെ മോന്ത കണ്ടിട്ടുള്ള ഒരു സിംഗിൾ സീക്വൻസ് പോലും ഒന്നും തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. ലിറ്ററലി ഇങ്ങനെ എന്ത് മാങ്ങാണ്ടിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സുജിത്ത് ആസ് എ ഡയറക്ടർ പുള്ളിക്കാരന് നല്ല വിഷൻ ഉണ്ട്, പുള്ളിക്കാരന് നല്ല ക്വാളിറ്റി സ്റ്റഫ് എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇങ്ങനെ പോലെ, അതായത് ഈ പവൻ കല്യാണെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കൈ കിട്ടുന്ന സമയത്ത് മേ ബി പുള്ളിക്കാരൻ അത് വേണ്ടവണ്ണം യൂട്ടിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതൊക്കെ വേറെ ഓവറായിട്ട് കുറേ കയറ്റേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സിനിമയ്ക്ക് അത് ഫുള്ള് കത്തിക്കലാണ്. കത്തിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയൊക്കെ തീ കൊണ്ട് കയറ്റാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ കൊണ്ട് തീ കയറ്റും. പുള്ളിക്കാരൻ്റെ ഇനിയും ഷൂവെ കത്തിക്കണോ, കാറിൻ്റെ ടയറെ കത്തിക്കണോ, ഇനി ആകെ കത്തിക്കാൻ മിച്ചമുള്ളത് പവൻ കല്യാണിൻ്റെ കാലിനിടയിലോട്ടോ. ബാക്കി കംപ്ലീറ്റ് സ്ഥലം കത്തിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാന പിന്നെ ഇട്ട് കത്തിക്കുകയാണ്. എന്ത് കാര്യത്തിനാന്ന് അറിഞ്ഞൂടാ, എന്ത് അവസ്ഥയാണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഒരു സിമ്പിൾ ഗ്യാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ്. അതായത് നമ്മുടെ ഗംഭീര എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വലിയ സാമുറായി ആണ്. അപ്പം സാമുറായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാമുറായി, നമ്മുടെ OG സാമുറായി, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ആ ഒരു സാധനമാണ്. സാമുറായി ലൈഫൊക്കെ അദ്ദേഹം ഇങ്ങനെ മാറ്റി വെച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട്, ജപ്പാനിൽ നിന്ന് രക്ഷപ്പെട്ട് ബോംബെയിലേക്ക് വന്ന് ബോംബെയിൽ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തി പിന്നീട് ഒരു സ്വൈരി ജീവിതം നയിച്ചു പോകുന്ന ഒരു
സംഭവ വികാസത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നു. ആൻഡ് ഹീസ് കമ്മിങ് ബാക്ക്, ദ OG ഈസ് ബാക്ക്. എന്നിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ആക്ച്വലി ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. പക്ഷേ ഒരു കാര്യമില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എങ്ങനെയൊക്കെയോ തുടങ്ങുന്നു, എങ്ങനെയൊക്കെയോ അവസാനിപ്പിക്കുന്നു. ഇമ്രാൻ ഹാഷ്മിയുടെ ഒമി എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ പോലും നൈസായിരുന്നു. പുള്ളിക്കാരന് വരെ ചില സീക്വൻസസിലൊക്കെ ഈ പവൻ കല്യാൺ വേഴ്സസ് സിംഗേരുടെ കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് പുള്ളിക്കാരന് വരെ ഓർമ്മ തോന്നുന്നുണ്ട്. എന്നിട്ടും പവൻ കല്യാൺ എന്തൊക്കെയോ കാണിക്കുന്നു. എൻ്റെ പൊന്നോ, എനിക്ക് അറിഞ്ഞോളൂ. ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു, ഒരു ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യം വരുന്നൊരു സാധനമാണ്. പിന്നെയും തരക്കേടില്ല എന്ന് തോന്നിയത് ആ ഒരു സീൻ മാത്രമാണ്. ബാക്കി ഒരു സിംഗിൾ സീൻ പോലും ഒന്നിനും കൊള്ളത്തില്ല. നമ്മുടെ അർജുൻ ദാസിനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോയിന്റ് വരെ അർജുൻ ദാസിൻ്റെ മോട്ടീവ്സും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് അതും ചുമ്മാ നനഞ്ഞു പോയ പടക്കം പോലായി. അങ്ങനെ ആയിരുന്നു പടം മൊത്തത്തിൽ. തമൻ എന്ന് പറയുന്ന ആളുടെ ഒരൊറ്റ കഴിവ് കൊണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കണ്ടിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് പോലും ഇല്ലായിരുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മൂഞ്ചി പോയനെ. ഇതേപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വെച്ച് രക്ഷപ്പെട്ട ഒരു സിനിമയായിരുന്നു ദേവര. ദേവരക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കൊള്ളായിരുന്നു. സർട്ടൺ പോയിന്റിൽ നമ്മുടെ ജൂനിയർ NTRന് കുറച്ചെങ്കിലും ഓവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങേർക്ക് കുറച്ച് എക്സ്പ്രഷൻസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കുറച്ച് നോട്ടങ്ങൾ കൊണ്ടോ പോലും നമുക്കൊരു ഓവർ ഫീൽ ചെയ്യുമായിരുന്നു. ഇവിടെ അതുപോലും ഇല്ലടേ. ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി ഒന്നും തോന്നത്തില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് ഓറാലസ് മനുഷ്യനാണ് ഇങ്ങനെ. ഒരു തരത്തിലുള്ള വൈബ്, ഒരു തരത്തിൽ എന്ത് കിണ്ടിയാണ് നമുക്ക് കാണുന്നതെന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാധനം. അപ്പം മേ ബി സുജിത്ത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഒരു നല്ല ആക്ടറിനെ വെച്ച് സിനിമ ഇറക്കുമായിരിക്കും. വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ സാഹോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ദർ ഈസ് എ കണക്ഷൻ. പക്ഷേ അതെങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ അതും കൂടെ ഒന്ന് കണ്ടിരിക്കാൻ ശ്രമിക്കുക. സോ അത്രേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കാണാനുള്ള വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമൻ്റെ മ്യൂസിക് കേട്ട് പുളകിതനാവണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ മറ്റേ ആക്ടറിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷനോ അല്ലെങ്കിൽ അഭിനയമോ ഒന്നും കാണണ്ട. നമുക്ക് കാറിക്കൂവാനുള്ള, രോമാഞ്ചിഫൈഡ് ആവാനുള്ള, ഏത് ആക്ടറാണെങ്കിലും എന്ത് കോപ്രായം കാണിക്കുകയാണെങ്കിലും കാറിക്കൂവാനും രോമാഞ്ചിഫൈഡ് ആവാനുമുള്ള സീക്വൻസ് ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഞാൻ പോയി കാണും എന്നുള്ളൊരു മൈൻഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. OTT വന്നാൽ പോലും കാണണമെന്ന് ഞാൻ പറയത്തില്ല.